കരിമീൻ പൊള്ളിച്ച റെഡി ആയിട്ട് മിന്റ് ടീ. കരിമീൻ ഇങ്ങനെ വെച്ച് മസാല ഇത് കണ്ടോ, മസാലയൊക്കെ അതിന്റെ മേലെ ഫില്ല. ഞാൻ ഉണ്ടാക്കാണ്ട് പറയുന്നതല്ല, നല്ല സൂപ്പറാണ് കേട്ടോ. ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു മിനി ഫുഡ് വ്ളോഗുമായിട്ടാണ്. വ്ളോഗൊന്നും പറയാൻ പറ്റത്തില്ല, കരിമീൻ പൊള്ളിച്ചതും ഞങ്ങൾ ഡിന്നർ കഴിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പം ഞാൻ മീൻ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനെ നല്ല നഖമൊക്കെ പൊളന്ന് കൊടുക്കണം കേട്ടോ, എന്നാലും മസാലയൊക്കെ ഉള്ളിലേക്ക് പോകത്തുള്ളൂ. അതിനെ അതവിടെ വരഞ്ഞു വെച്ചതിന് ശേഷം ഒരു മിക്സഡ് ജാറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ മുളക് പൊടിയുടെ അളവ് വേണേൽ കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ എൻ്റെ എരിവിനനുസരിച്ച് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. ഉപ്പ്, കറിവേപ്പില, വെളിച്ചെണ്ണ, വെള്ളവും കൂടി ചേർത്ത് നല്ല രീതി അരച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ വെള്ളം മാത്രമായിട്ട് യൂസ് ചെയ്യാം. ഞാനെപ്പോഴും മസാല അരയ്ക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ ചേർക്കാറുണ്ട്, അതുകൊണ്ട് ചേർത്ത് കൊടുത്തുള്ളേ. അതിലേക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്നു പോയിരുന്നു. അത് കഴിഞ്ഞ് ഇച്ചിരി കൂടി വെള്ളം കൂടെ വേണമായിരുന്നു. അതുകൊണ്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ മീൻ്റെ ദേഹത്ത് നല്ല രീതിയിൽ തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട്. മീൻ്റെ ദേഹത്തല്ല, മീനിലേക്ക് നല്ല രീതിയിൽ തിരുമ്പി പിടിപ്പിക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ അതിൻ്റെ വായ്ക്കകത്തും പള്ളക്കകത്തൊക്കെ നല്ല രീതിയിൽ തിരുമ്പി പിടിപ്പിക്കണേ, എന്നാലേ മസാല നല്ല രീതിയിൽ പിടിക്കുള്ളൂ. നമ്മൾ പിന്നെ പൊരിച്ചൊക്കെ എടുക്കുമ്പോൾ നല്ല രീതിയിൽ മസാല തിരുമ്മിയാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ തിരുമ്പി പിടിപ്പിച്ചിട്ട് ഞാൻ ഇത് രാവിലെയാണ് ചെയ്യുന്നത്. എനിക്ക് ഡിന്നറിന് എടുക്കാനാണ്, അവിടെ രാവിലെയാണ് ഞാൻ ചെയ്യുന്നത്. എളുപ്പത്തിന് വേണ്ടി രാവിലെ ചെയ്ത് വെക്കുന്നതേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ഉടനെ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് അതിൽ പകുതി മസാല എടുത്ത് കുറച്ച് ജാറ് കഴുകി വെള്ളം ഊറ്റി ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് അരപ്പിന് വേണ്ടിയാണ് കേട്ടോ. അതങ്ങനെ മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് ഞാൻ കരിമീൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ ഞാൻ വൈകുന്നേരമാണ് ചെയ്യുന്നത്. ഒരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഊറ്റിയാണ് കൊടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ നമ്മൾ ഈ മീനൊക്കെ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് കേട്ടോ. അപ്പം എന്നിട്ട് വെളിച്ചെണ്ണ എടുത്തിട്ട് മീനിട്ട് കൊടുക്കുന്നുണ്ട്. മീനിട്ട് കൊടുത്തില്ല, മീൻ എൻ്റെ കയ്യിൽ നിന്ന് ചാടിച്ചട്ടിയിലേക്ക് വീണു. അങ്ങനെ 2 മീനും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാൻ സാധാരണ മീൻ മൂപ്പിക്കുന്ന പോലെ ഒരുപാട് മുറുക്കി മൂപ്പിക്കുകയില്ല, എന്നാലും കുറച്ചധികം നല്ല രീതിയിൽ തന്നെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു സൈഡ് മൂത്ത് വന്നിട്ടുണ്ട്, അപ്പോൾ അതിനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 സൈഡും മൂത്ത് വരുമ്പോഴത്തേക്കും അതിനെ കോരിയെടുക്കുന്നുണ്ട്. നിങ്ങൾ മീൻ മൂപ്പിക്കുമ്പം സിമ്മിലിട്ട് മൂപ്പിക്കുക, എന്നാലും നമുക്ക് കരിയാതെ നല്ല രീതിയിൽ അതിനെ കിട്ടുള്ളൂ കേട്ടോ. ആദ്യം ഒന്ന് കൂട്ടി വെച്ചിട്ട് പിന്നെ അതിനെ സിമ്മിലിട്ട് മൂപ്പിച്ചെടുത്താൽ മതിയാവും. അത് കഴിഞ്ഞ് മീനിന് വേണ്ടി ഒരു 10, 25, 30 ചെറുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു പകുതി പച്ചമുളക്, അത് എരിവിനനുസരിച്ച് എടുക്കുക. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. മീൻ മൂത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണയിൽ നിന്ന് കോരി എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ആ എണ്ണയിലേക്ക് തന്നെ അതിൻ്റെ മീനിൻ്റെ അവശിഷ്ടമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് കോരി മാറ്റിയതിന് ശേഷം ആ മീൻ പൊരിച്ച എണ്ണയിലേക്ക് തന്നെ മീനിപ്പം എണ്ണ ഇപ്പം എനിക്ക് ആവശ്യത്തിന് അതിലുണ്ട്, അതുകൊണ്ട് ഞാൻ അധികം പിന്നെ ചേർക്കുന്നില്ല. കുറവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിക്കുക. അത് നല്ല രീതിയിൽ മൂത്ത് കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് ചെറുള്ളി ഇട്ട് കൊടുക്കുക. ചെറുള്ളി ഇട്ട് നല്ല രീതിയിലൊരു പച്ചമുളകൊക്കെ മാറി ഒരുവിധം മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഇട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക. നല്ല രീതിയിൽ ചുമക്ക വഴറ്റിയെടുക്കണം കേട്ടോ, എന്നാലേ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ 1 കപ്പ് തലപ്പാലില്ലേ, അത് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ മൂത്ത് വരുന്നുണ്ട്. നല്ല രീതിയിൽ ചുവക്ക മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ച അരപ്പുണ്ടല്ലോ, മീനി തിരുമേൻ്റെ ബാക്കി എടുത്ത് വെച്ച അരപ്പ് വെള്ളവും ചേർത്ത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്ത് നല്ല രീതി എണ്ണ തെളിയുവോളം നല്ല രീതി നമുക്ക് വഴറ്റി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഊറ്റി കൊടുക്കണം. തേങ്ങാപ്പാൽ ഊറ്റി നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മുടെ മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്ത് നല്ല രീതിയിൽ തിളച്ചത് വറ്റണം കേട്ടോ. ആ മീൻ അതിൽ കിടന്ന് ആ അരപ്പെല്ലാം കൂടെ, ആ തേങ്ങാപ്പാലും ആ മസാലയുടെ അരപ്പെല്ലാം കൂടെ അതിലേക്ക് പിടിക്കണം. ഇങ്ങനെ കുറുകി പിടിച്ചു വരും. അപ്പോൾ നമ്മൾ അതിലേക്ക് മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ പൊതിഞ്ഞ് കൊടുത്താൽ മതി.
അത് അതിൽ കിടന്ന് നല്ല രീതിയിൽ വറ്റി ലാസ്റ്റ് ആ തേങ്ങാപ്പാലെല്ലാം വറ്റി എണ്ണയായിട്ട് അത് മാറും. എണ്ണയായിട്ട് ഇതുപോലെ ഇത് കണ്ട എണ്ണയായിട്ട് മാറി. ബാക്കി അരപ്പെല്ലാം കൂടെ മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ അത് നന്നായി പൊതിഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരും. ആ പാകമാകുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഒരുവിധം ആറിക്കഴിയുമ്പോഴത്തേക്കും ഇത് കണ്ടോ എണ്ണയൊന്നും അവിടെ കാണുകയില്ല, നല്ല രീതിയിൽ വറ്റിയിരിക്കും. അതിനെ ഇനി നമുക്ക് വാട്ടിയ വാഴയിലേക്ക് വെച്ച് പൊതിഞ്ഞെടുക്കാം കേട്ടോ. വാഴയില ഒന്നിട്ടിട്ട് പിന്നെ ഒന്നുകൂടി ഇട്ടെടുക്കുന്നതാണ് നല്ലത്. എന്നാലേ പൊട്ടിപ്പോകാതൊക്കെ ചെയ്യും. നമ്മൾ ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്തുകൊണ്ട് അല്ലെങ്കിലും മസാല വെളിയിലേക്ക് പൊട്ടുകയൊക്കെ ചെയ്താൽ ചാടാൻ ചാൻസ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ 2 വാഴയിലിട്ടാണ് പൊതിയുന്നത്. എന്നിട്ട് നല്ല രീതിയിൽ വാഴനാര് കൊണ്ട് തന്നെ കെട്ടിയെടുക്കുന്നുണ്ട്. രണ്ട് മീനും ഞാൻ ഒരുപോലെ വാഴയില പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊള്ളിച്ചെടുക്കാം. നമുക്കിപ്പം പൊള്ളിച്ചെടുക്കാൻ ഗ്യാസിലൊക്കെ വെച്ചാലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അല്ലാതെ ചെയ്യാൻ സൗകര്യമുള്ളവരങ്ങനെ ചെയ്തെടുക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഊറ്റി കൊടുക്കുന്നുണ്ട്. കാരണം പുകയാതൊന്നും ഇരിക്കാൻ വേണ്ടി, കരിയാതൊന്നും ഇരിക്കാൻ വേണ്ടിയേ. അത് കഴിഞ്ഞ് അതിന് മുകളിലേക്ക് ഇതുപോലെ മീൻ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നല്ല രീതിയിൽ സിമ്മിലാക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് നല്ല രീതിയിൽ ഒപ്പിച്ചെടുക്കണേ. അറിയാമല്ലോ പാകം. നമ്മളിങ്ങനെ വെക്കുമ്പം ഒരു സൈഡ് മൂക്കുമ്പം ഇതുപോലെ തന്നെ തിരിച്ചിട്ട് അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട്, മൂക്കുമ്പോഴല്ല തിരിച്ചും മറിച്ചും ഇട്ട് അതിനെ എടുക്കാം. അങ്ങനെ ഇപ്പം പാകത്തിനായിട്ടുണ്ട്. അപ്പം ഞാനതിനെ എടുക്കുകയാണ്. അതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കടിച്ചായം കൂടി വെക്കുന്നുണ്ട്. ബുധനായിട്ട് മുഹബത്ത് ക സുലൈമാനി അതും കൂടെ ആക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ മിക്കവാറും ബുധന ഉള്ളപ്പോൾ ബുധനായിട്ട് തന്നെ വെക്കുക. മിക്കവാറും എൻ്റെ സ്റ്റോക്ക് ബുധന കാണും. അപ്പോൾ ഇങ്ങനെ ആക്കിയെടുക്കും. അല്ലെങ്കിൽ നമ്മുടെ സാധാ കട്ടൻ ചായ വെച്ചെടുക്കും. ബുധന കേട്ട് കഴിയുമ്പോൾ മുഹബത്ത് ക സുലൈമാനി ആവുമല്ലോ. അങ്ങനെ അതും കൂടെ ആക്കിയെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ടേ. ഇതുണ്ടോ നല്ല സൂപ്പർ കരിമീൻ പൊള്ളിച്ച റെഡി ആയിട്ടുണ്ട്. ഞാൻ കഴിക്കാൻ പോണ നല്ല പൊറോട്ടയുടെ കൂടെയാണ് കേട്ടോ. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ. ഇത് കണ്ടോ, ഇത് നിങ്ങൾക്ക് കരിമീനിൽ മാത്രമല്ല നിങ്ങൾക്ക് വേറെ നമ്മുടെ വെളമീൻ അതിലൊക്കെയും പൊള്ളിച്ചെടുക്കാം. പക്ഷെ കരിമീനിൽ പൊള്ളിക്കുമ്പോൾ വേറെ ടേസ്റ്റ് ആണല്ലോ. നല്ല ചൂട് പൊറോട്ടയുടെ കൂടെ കേട്ടോ സെർവ് ചെയ്യുന്നത്. അതും നല്ല എന്താ പറയാ
മിന്റ് ടീ, സുലൈമാനി ചൂട് പൊറോട്ടയുടെ കൂടെ കേട്ടോ സെർവ് ചെയ്യുന്ന കരിമീന്. നല്ല ചൂട് പൊറോട്ട ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, വാങ്ങിയതാണ്. അതും നമ്മുടെ കരിമീൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതിവിടെ വെച്ച് ഒരു പൊറോട്ടയും കൂടെ എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഈ കരിമീനും പൊറോട്ട ഇങ്ങനെ എടുത്തിട്ട് ഈ കരിമീൻ ഇങ്ങനെ വെച്ച് മസാല, ഇത് കണ്ടോ മസാലയൊക്കെ അതിൻ്റെ മേലെ ഫില്ലായിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയുന്നതല്ല, നല്ല സൂപ്പറാണ് കേട്ടോ. നിങ്ങള് ഇത് ട്രൈ ചെയ്ത് നോക്കണം. കരിമീൻ കിട്ടാത്തവര് മറ്റേതെങ്കിലും ഫിഷ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല സൂപ്പർബാണ്. അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ, ബൈ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളിത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് കിട്ടുന്ന ഏത് മീനാണോ അതിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ. എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യാനും മറക്കരുതേ. എന്നാലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ബായ്.